ഇറങ്ങുമ്പോളെ പതുക്കെ പതുക്കെ. ഇതാണ് ചേച്ചി കാണിച്ചു പറഞ്ഞ സൂത്രം. അതെ, എങ്ങനെയുണ്ട്? എവിടെ കിട്ടി വിഗ്? വിഗോ? എടി ഇത് ഒറിജിനലാണ് അല്ലേ അമ്മ? പിന്നെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടോ? എടി എനിക്കൊരു അമ്മാവനുണ്ട്, അങ്ങ് ഹിമാലയ സാനിക്കുള്ള താമസം. ഏതമ്മാവൻ? ആ അമ്മാവൻ മറ്റേ നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മരിച്ചു പോയെന്നും പറഞ്ഞോണ്ട് ലീവ് എടുത്തേ ആ അമ്മാവനുണ്ട് ഹിമാലയ സാനിക്കള്. അതെ, ആ അമ്മാവനുണ്ടല്ലോ വാറ്റിയെടുത്ത ഒരു എണ്ണയുണ്ട്. ആ എണ്ണ നമ്മുടെ തലമുടി തേച്ച് കഴിഞ്ഞാ 10 മിനിറ്റിനുള്ളിൽ മുടി പിടിക്കും. പിന്നെ ഇതാണ്ടേ ഞങ്ങളെ ഇതിങ്ങനെ പെരട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഇത്രയും വളർന്നത്. വാറ്റുകാരനമ്മാവന്റെ ആവരുത്. എന്നാ എനിക്കൊന്ന് തരുവോ? അയ്യോ, അങ്ങനെ ആ എണ്ണ ആർക്കും കൊടുക്കാൻ പാടില്ല. അതെ, ബലം പോവോ എന്റെ തന്നെ. എനിക്കൊന്ന് തലയിൽ തേക്കാനായിരുന്നു. അയ്യോ, നിനക്ക് തലയിൽ തേക്കാൻ പറ്റൂല. നീ തലയിൽ തേച്ച് കഴിഞ്ഞാ ഉണ്ടല്ലോ നിനക്ക് ഇത്രയും മുടിയില്ലേ, അപ്പൊ നീ മൊട്ടയായി പോവും. കോഴിമുട്ട. അതെ, വേണ്ട, അത് വിടും. പിന്നെ ഇതെന്തായാലും കാണുമ്പോ വിഷ്ണു ചേട്ടൻ ഉറപ്പായിട്ട് നോക്കും. അതാരടി വിഷ്ണു ചേട്ടൻ? വിഷ്ണു ചേട്ടനല്ല, വിഷ്ണുമായയുടെ ചേട്ടൻ. വിഷ്ണുമായയുടെ ചേട്ടൻ? അവനെന്തിനാ നിന്നെ നോക്കുന്നത്? അവനെന്തിനാ എന്നെ നോക്കുന്നത്? അവൻ എന്നെ നോക്കുന്നതല്ല, ഇത്രയും മുടിയുള്ളവരെ ഏതാണായാലും നോക്കി പോവല്ലോ, ആ നോട്ടത്തെ പറ്റിയാണ് ഇവള് പറഞ്ഞത്. അതിനെ പറ്റി അല്ലേടി? അതെ. ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ട് എങ്ങോട്ട് പോകുന്നു? മുട്ടായി മേടിക്കാം. ആണോ? അപ്പൊ മാമനൊരു ലോലിപോപ്സും ഒരു സിപ്പർ. ലോലിപോപ്സ് എന്തോ ഇങ്ങനെ കോലിമിട്ടായി. ആ ലോലിപോപ്പും ഒരു സിപ്പപ്പും. ഓ ശരി പ്ലീസ്. ശരി. എന്തായി തീരുവെന്തോ. എന്നാലേ ആ അത്ഭുത സിദ്ധിയുള്ള എന്നെ തീരെ വിശ്വസിക്കാൻ പറ്റണില്ല. ഇടി വിശ്വസിച്ചേ പറ്റൂ, മാമനും അപ്പൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇത്തപ്പൂരങ്ങൾ ഞാൻ വിശ്വസിച്ചത്. ചേച്ചി നോക്കണേ. അതെ, നമ്മൾ ഇന്നലെ ഒരു പയ്യനെ കണ്ടില്ലേ, ആ വിഷ്ണു ചേട്ടൻ. അത് നോക്കണം. എന്തിന്? അത് ഇന്നലെ അവ എന്റെ മുടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് കൊറേ കളിയാക്കി. അപ്പൊ വളർന്ന മുടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഹലോ. അല്ല താൻ? ഞാനേ താൻ ഇന്നലെ ഏതാണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കിയ ഒരു പെൺകുട്ടിയില്ലേ, മുടിയിലേക്ക പേര് പറഞ്ഞു, അത് ഞാനാ. താനായിരുന്നു അത്? അതെ. വിക്കൊക്കെ വെച്ചപ്പോ ആളാതെ മാറിപ്പോയില്ലേ? ഒറിജിനൽ മുടിയോ? അതെ. അതെങ്ങനെ ശരിയാകും? ഇതൊരു മാജിക്കാ, അതാ പെട്ടെന്ന് മുടി വളർന്നു. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതെ എന്നെയാണോ മാലുവിനെയാണോ കാണാൻ ഭംഗി? ഇപ്പൊ നോക്കുവാണേ താനാ സൂപ്പർ. ആണല്ലേ, താങ്ക് യു. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, താൻ ഇന്നലെ ഏതാണ്ടൊക്കെ പ്രസംഗിച്ചല്ലോ, തന്റെ സങ്കല്പത്തിലുള്ള കുട്ടിക്ക് നല്ല സൗന്ദര്യം ഉണ്ടെന്ന് അല്ലേ? എടോ, തന്റെ സങ്കല്പത്തിലുള്ള കുട്ടിയാവാനേ എനിക്ക് ഈ തിരുപ്പന്റെ ആവശ്യമേ വന്നുള്ളൂ. പക്ഷെ മിസ്റ്റർ വിഷ്ണു, എന്റെ സങ്കല്പത്തിലുള്ള ആൺകുട്ടിയാവാൻ എനിക്ക് പറ്റൂല. ആ, തിരുപ്പനായിരുന്നു. അവന്റെ ഒരു സങ്കല്പം. എടോ, ആരുടെയും സങ്കല്പത്തിനനുസരിച്ച് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഈ പിങ്കിയെ കിട്ടൂല. പിങ്കി ഇങ്ങനെയാണ്, അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. മനസ്സിലായോ? അത് ന്യായമായ കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാൽ മുടിയുള്ള പിങ്കി ചേച്ചി കാണാൻ നല്ല ഭംഗി. മുടി ഇല്ലാത്ത പിങ്കി ചേച്ചിയെ കാണാനും ഭംഗിയാ. അതെ, സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മുടിയിലല്ല, നല്ല സ്വഭാവത്തിലാണ്. നല്ല സ്വഭാവമുള്ള പെൺകുട്ടികൾ ഒന്ന് ചിരിച്ചാലും മതി, ഇങ്ങനെ സൂപ്പർ ആയിരിക്കും കേട്ടോ.